ശശി തരൂർ സ്റ്റാർട്ടപ്പുകളിൽ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലെത്തിയതിനെയൊക്കെ പ്രകീർത്തിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായ അദ്ദേഹത്തെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കുള്ള ശശി തരൂരിൻ്റെ ക്ഷണം. അതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇപ്പോൾ ശ്രീ എ റഹീം നമ്മളോട്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യം ഈ ക്ഷണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ടോ? സ്വാഭാവികമായും വീണ് കിട്ടിയ അവസരം അത് പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യം വെക്കുന്ന കാര്യം. അത് നേരത്തെ തന്നെ കോൺഗ്രസ് ആശങ്കപ്പെട്ടതുമാണ്. പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ലേഖന വിവാദവും അതേപോലെ തന്നെ നരഭോജി CPM-നെ നരഭോജിയോട് ഉപമിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ രാഷ്ട്രീയമായി CPM അതല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങൾ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്ക് പിന്നാലെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരുമായി ശശി തരൂർ വളരെ പെട്ടെന്ന് കൂടിയാലോചന നടത്താൻ അതല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്താൻ 1 വർഷത്തിന് ശേഷം ചർച്ച നടത്താനുള്ള സമയമൊക്കെ അനുവദിക്കുകയും ഇക്കാര്യത്തിൽ ഇനിയൊരു തുടർ പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ട എന്ന് ഹൈക്കമാൻഡ് ശശി തരൂരിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്നാൽ CPM-ഉം CPM-ന്റെ യുവജന സംഘടനയും ഇടത് സംഘടനകളും ഈ വിഷയം അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കാരണം ശശി തരൂരിനെ പോലെ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമേജ്, ആ പൊളിറ്റിക്കൽ ഫേസ് സർക്കാരിന് അനുകൂലമായി സംസാരിച്ചതിനെ അങ്ങനെ സംസാരിച്ചതിന് പിന്നാലെ അയാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടിയതിനെയൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുക എന്നുള്ളത് CPM ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എവിടെയാണോ വിവാദം തുടങ്ങിയത് ഈ മവാസോ എന്ന് പറയപ്പെടുന്ന ഡിവൈഎഫ്ഐയുടെ മാർച്ച് 1, 2 നടക്കുന്ന പരിപാടി ഇതൊരു സ്റ്റാർട്ടപ്പ് ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ പരിപാടിയിലേക്ക് ശശി തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ വിജയമായി CPM-ന് കണക്കാക്കാൻ കഴിയും, CPM-നെ പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയും. അതുകൂടി ലക്ഷ്യം വെച്ചായിരിക്കാം ഒരു പക്ഷേ ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശശി തരൂരിനെ ക്ഷണിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ശശി തരൂർ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഈ ക്ഷണിക്കാൻ പോയ ഡിവൈഎഫ്ഐ നേതാക്കളോട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 ശശി തരൂർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മടങ്ങിയെത്തും. അപ്പോൾ ഇതടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരണം അദ്ദേഹം നടത്തുമോ? പരസ്യ പ്രതികരണത്തിന് അദ്ദേഹത്തിന് ഇനി പരസ്യ പ്രതികരണം ആവശ്യമില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ ക്ഷണത്തിലടക്കം ശശി തരൂർ പ്രതികരിക്കുമോ, അതിനെ എങ്ങനെ രാഷ്ട്രീയമായി കോൺഗ്രസ് പ്രതിരോധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് കാണാം. ഷഫീദ്, ഏതായാലും മാർച്ച് 1, 2 തീയതികളിൽ ഡിവൈഎഫ്ഐ നടത്താൻ പോകുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡോക്ടർ ശശി തരൂർ MP-യെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് അറിയിച്ചതെന്നാണ് ദേശീയ അധ്യക്ഷൻ ശ്രീ എ റഹീം അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ വിവാദമായി മാറിയേക്കാവുന്ന ഒരു ക്ഷണമാണ് ഡോക്ടർ തരൂരിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെ കണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തൻ്റെ ലേഖനമുണ്ടാക്കി വിവാദങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ ശേഷം മടങ്ങുമ്പോഴാണ് വീണ്ടും ഒരു ക്ഷണം, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കുള്ള ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഡോക്ടർ തരൂർ താല്പര്യമുണ്ട് പക്ഷെ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. ഏതായാലും അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടോ എന്നത് ഇന്ന് വൈകുന്നേരം അദ്ദേഹം തിരികെ എത്തി വിമാനത്താവളത്തിൽ ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയാൻ കഴിയും. ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.